തിരുവനന്തപുരം കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാലയുടെ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തന്ത്രി ശ്രീകോവിലിലെ വിളക്കിൽ നിന്ന് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല തർപ്പണം നടക്കും. വലിയ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഉള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുന്നു. മീര, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ പിന്നെ കരിക്കകം പൊങ്കാല വലിയ പ്രസിദ്ധമാണ്. ഒരുപാട് പേർ പങ്കെടുക്കുന്ന പൊങ്കാല ചടങ്ങുകളാണ് അവിടെ ഉള്ളത്. എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ? മീര. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ തിരുവനന്തപുരക്കാർക്ക് ഇത് കരിക്കകം പൊങ്കലാണ് പിന്നീടുള്ള പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ എല്ലാ പൊങ്കാലക്കളങ്ങളിലും നിവേദ്യം നിറഞ്ഞു കഴിഞ്ഞു. നിവേദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഈ പൊങ്കാലയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ ഭക്ഷണം കഴിക്കാൻ നീങ്ങുന്ന കാഴ്ചയാണ്. നല്ല ചൂടാണ്, വെയിലാണ്. എങ്കിൽ പോലും ഇതൊക്കെയും മറികടന്നുകൊണ്ട് ദേവിക്കായുള്ള നിവേദ്യ സമർപ്പണത്തിലേക്ക് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളിലും എത്തുന്നത്. രാവിലെ 9:40 കൂടിയായിരുന്നു ഈ പൊങ്കാല കലങ്ങളിൽ ഈ തീ പകർന്നത്. ഇനി 2:15 കൂടി ഈ അടുത്ത ചടങ്ങായ ഈ പൊങ്കാല തർപ്പണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട് രാവിലെ? ഞാൻ രാത്രി 2 മണിക്ക് വന്നു. പൊങ്കാല നല്ലത് തന്നെ. ചൂടാണല്ലേ? ഭയങ്കര ചൂടാ. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ചൂടാ. ചേച്ചി എത്ര വർഷം കൊണ്ട്? ഞാൻ കുറേ വർഷം കൊണ്ടിടുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കരിക്കത്ത് അമ്മ തരുന്നുണ്ട്. എൻ്റെ മോൾക്ക് 2 ആൺകുട്ടിയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു, അത് കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അമ്മ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ലക്ഷ്മി സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രം തന്നെയാണ് ഇത്, കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. 7 ദിവസമായി ഇവിടെ ഉത്സവം നടന്നു വരികയായിരുന്നു. ഏപ്രിൽ 3-നായിരുന്നു കൊടിയേറ്റം. ഇന്നിപ്പോൾ 9-ാം തീയതിയാണ്. ഇന്നാണ് മീനമാസത്തിലെ മകം നാള്. അന്നാണ് ദേവിക്ക് ഇവിടെ പൊങ്കാലയിടുന്നത്. വളരെ ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ദേവി എത്തിയെന്നും അന്ന് ദേവിക്ക് ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ നിവേദ്യമായി പൊങ്കാല അർപ്പിച്ചുവെന്നും എല്ലാ വർഷങ്ങളിലും അത് തുടർന്നു പോകുന്ന ഒരു ആചാരമായി ഇന്ന് ഇപ്പോൾ ഇത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള കൊടുത്തു വരികയാണ്. വെയിലാണ്, ചൂടാണ്. എങ്കിൽ പോലും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2:15 കൂടി ഈ നിവേദ്യ തർപ്പണ ചടങ്ങ് കൂടി നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി. മീര മനോഹരനാണ് കരിക്കകം ക്ഷേത്ര മുറ്റത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പൊങ്കാലയുടെ വിശേഷങ്ങൾ, കാഴ്ചകൾ പങ്കുവച്ചത്.